വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക്ക് ഇൻഹറന്റ് പവർ ഓഫ് ഹൈക്കോർട്ട് ആണ്. സെക്ഷൻ 528 ഓഫ് ദ BNSS 2023 ആണ്. ഇൻഹറന്റ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈക്കോർട്ടിനുള്ള ഒരു സ്പെഷ്യൽ പവർ ആണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ആയിട്ട് ഒരു പ്രൊവിഷൻ ലോയിൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒരു റെമഡി പ്രൊവൈഡ് ചെയ്യാനുള്ള ഹൈക്കോർട്ടിന്റെ ഒരു സ്പെഷ്യൽ പവർ ആണ് ഈ ഇൻഹറന്റ് പവർ എന്ന് പറയുന്നത്. ഇൻഹറന്റ് പവേഴ്സ് നമുക്കിന്ന് നോക്കാം. ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 528 ആണ്. നമ്മുടെ 528 ഓഫ് ദ BNSS പ്രകാരം നമ്മുടെ ഹൈക്കോർട്ടിന്റെ ഇൻഹറന്റ് പവർ ലിമിറ്റ് ചെയ്യാനോ എഫക്റ്റ് ചെയ്യാനോ സംഹിതയിലുള്ള ഒന്നിനും സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. പവറിന്റെ ഒരു പർപ്പസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കോർട്ടിന്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം, സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ ആണ്. നമ്മുടെ ഈ ഇൻഹറന്റ് പവർ എന്ന് പറയുന്നത് വൈഡ് ആണെങ്കിൽ പോലും ഒരു അൺലിമിറ്റഡ് പവർ അല്ല. നമ്മുടെ കോഡാണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു സ്പെസിഫിക് റെമഡി പറയാത്തടത്ത് മാത്രമേ ഇങ്ങനെ ഒരു ഇൻഹറന്റ് പവർ ഹൈക്കോർട്ടിന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഹൈക്കോർട്ട് ഇങ്ങനെ ഒരു പവർ എക്സസൈസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലീഗൽ പ്രോസസ്സിന്റെ അബ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ഒരു വ്യക്തിക്കെതിരെ ഒരു ഫാൾസ്ലി ഒരു ക്രിമിനൽ കേസ് ഇംപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 528 ഓഫ് ദ സംഹിത പ്രകാരം ആ വ്യക്തിക്കാണെങ്കിൽ ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ പ്രൊസീഡിങ്സ് സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കേസ് ലോ നോക്കാം. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് OC കുട്ടൻ ആൻഡ് അതേഴ്സ് ആണ്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈക്കോർട്ടിന്റെ ഇൻഹറന്റ് പവർ എന്ന് പറഞ്ഞാൽ പ്രൊസീഡിങ്സ് സ്ക്വാഷ് ചെയ്യാൻ വേണ്ടിയാണ്. അത് എന്തിനാണ്? നമ്മുടെ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി ഈ കേസിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പം FIRന് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഹൈക്കോർട്ടിന് ആ ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നും ഈ കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഉഷ അഹൂജ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് അതേഴ്സ്. ഈ കേസിൻ്റെ അകത്ത് നമ്മുടെ കോർട്ട് ഹെൽഡ് ചെയ്തതാണ് ഹൈക്കോർട്ടിന്റെ സെക്ഷൻ 528ന്റെ കീഴിലുള്ള ഹൈക്കോർട്ടിന്റെ ഈ ഇൻഹറന്റ് പവർ എന്ന് പറയുന്നത് ഒരു അൺറെസ്ട്രിക്റ്റഡ് പവർ അല്ല. ഇപ്പൊ നമ്മുടെ ഇൻഹറന്റ് പവർ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഹൈക്കോർട്ടിന് ഇഷ്ടമുള്ള ഓർഡർ പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ ലീഗൽ പ്രൊസീജിയേഴ്സിന്റെ മിസ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയും ഉള്ള ഒരു ഓർഡർ മാത്രമേ ഹൈക്കോർട്ടിന് ഇൻഹറന്റ് പവർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ലീഗൽ കൺസെപ്റ്റിനും അപ്ഡേറ്റ്സിനും വേണ്ടി ലെക്സ് ലെക്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.